പുതിയ ഒരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭയങ്കര അടിയാ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത അടിയാ. അടി, കടി, തൊഴി ഇതെല്ലാം ഉണ്ട്. പിന്നെ അതുമല്ല വാട്ടർ സ്പ്രേ, അതായത് അവന്റെ ഒരു മറ്റേ സാധനം വെച്ചിട്ട് മുഖം ഫേഷ്യൽ ചെയ്യുക. ഞാൻ ആൾറെഡി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് സുഹൃത്തുക്കളെ, ഗിഫ്റ്റ് ഫൈൻഡിങ് ചലഞ്ച്. ഈ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ എപ്പോഴും ഒരു സൈഡ് മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്ക് നല്ല കുറച്ച് മെനയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് കുറെ നാളായി. ലാസ്റ്റ് ഷോപ്പിംഗ് ചലഞ്ചിൽ ഏട്ടൻ ഇല്ലായിരുന്നല്ലോ അല്ലേ? 10,000 rupees. എന്നിട്ട് പറയാൻ ഒന്നും വാങ്ങിയില്ലാന്ന്. ഞാൻ അത്രയും വാങ്ങിയില്ലേ? അപ്പൊ എന്തായാലും ഗൈസ്, എനിക്ക് കുറെ നാളായി ഗെയിമിൽ ഞാൻ വിൻ ചെയ്തിട്ടും. അതിൽ ആ ചലഞ്ചിലും കുറെ പേര് പറഞ്ഞായിരുന്നു ഏട്ടന് ഞാൻ ഒന്നും വാങ്ങിയില്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഏട്ടന് കുറെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. ഈ വട്ടയിലും വിഷമിക്കണ്ട, കണ്ടുപിടിച്ചാ മതി. ഈ വീട്ടിന്റെ മുക്കിലും മൂലയിലുമായിട്ട് മൃദുല എനിക്ക് വേണ്ടിയുള്ള കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകൾ. 5 സാധനങ്ങൾ. നിനക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാ കാര്യം. നീ മിണ്ടരുത്. നീ ഒറ്റടുത്തിനെ കഴിഞ്ഞ ചലഞ്ചാണ് ചലിച്ചത്. വഴക്ക് പറഞ്ഞല്ല, വഴക്ക് പറഞ്ഞല്ല. ഇതാണ് ഗൈസ് പ്രശ്നം. ഇപ്പൊ ഒന്നും പറയാനും പറ്റത്തില്ല. പറഞ്ഞ അപ്പം കരച്ചില്ല. അഭിനയമാണോ അതിന് ഒറിജിനൽ കരച്ചിലാണോ എന്ന് അറിയത്തില്ല. ഇത് അഭിനയമാണോ ഒറിജിനലാണോ? ഇച്ചിരി അഭിനയം കലർന്നിട്ടുണ്ട്. അല്ലല്ല, ഇച്ചിരി അഭിനയം. വീട്ടിന് പുറത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതൊക്കെ കണ്ടുപിടിക്കണം. ഈ നമ്മുടെ ഈ 6 സെന്റോ 6 സെന്റിനുള്ളിലുണ്ട് സാധനങ്ങൾ. കണ്ടുപിടിക്കാൻ എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് ഈ ചലഞ്ച്. വേറൊന്നുമല്ല, നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കണമല്ലോ ഒരു ക്ലൂവിൽ നിന്ന്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ഉള്ള ഗിഫ്റ്റ് ഏതൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, അത് വേറെ. ഇനി അവന്റെ കരച്ചിലാണല്ലോ ദൈവമേ. കുഞ്ഞു കാര്യം പറയുമ്പോ പ്രശ്നമില്ലായിരുന്നു, കരയുമ്പോഴാണ് പ്രശ്നം. കള്ളക്കരച്ചില് മൈക്ക് വാങ്ങിച്ചേ ഞങ്ങള്. ഉടായിപ്പിന്റെ ഉസ്താദ്. സത്യം ഉടായിപ്പിന്റെ ഉസ്താദാ. ഇത് കള്ളക്കരച്ചിലായിരുന്നു കേട്ടോ. മൈക്ക് കൊടുത്തത് നിർത്തി. എന്തുവാ വടുവാ. അപ്പോ ആദ്യം ഞാൻ 5 സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. 5 കുറിപ്പും ഉണ്ട്. ഫസ്റ്റ് മാത്രമേ ഞാൻ തരത്തുള്ളൂ, നേരത്തെ പോലെ തന്നെ. ഫസ്റ്റ് കുറിപ്പ് ഞാൻ അങ്ങോട്ട് തരും. ആ ഫസ്റ്റ് ഗിഫ്റ്റിന്റെ കൂടെ ഉണ്ടായിരിക്കും സെക്കൻഡ് ഗിഫ്റ്റിന്റെ കുറിപ്പ്. മനസ്സിലായോ? മൊത്തം 5. അപ്പൊ ആദ്യം മാത്രമേ ഞാൻ തരൂ. നോ ക്ലൂ, ഒന്നുമില്ല. വേണേ കണ്ടുപിടിക്കാം. മീൻസ് ആ തരുന്നതേ ഉള്ളൂ, അല്ലാതെ എക്സ്ട്രാ ക്ലൂ ഒന്നും തരത്തില്ല. ഓക്കെ ആണോ? തുടങ്ങാം. ഡബിൾ ഓക്കെ ഗൈസ്. അപ്പോ ഗിഫ്റ്റ് ഫൈൻഡിങ് ചലഞ്ച് ആരംഭിക്കാനായിട്ട് പോകുന്നു. എന്റെ ഗിഫ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഐ ആം സോ എക്സൈറ്റഡ്. നീ എവിടൊക്കെ പൂഴ്ത്തി വെച്ചാലും ഞാൻ അത് കണ്ടുപിടിക്കും. അന്ന് ഞാൻ കാശ്മീർ ആക്കൂന്ന് പറഞ്ഞ ഇവിടെ ഇരുന്ന് നോക്കിയാ കാണാറ്. എന്നിട്ട് നീ കണ്ടുപിടിക്കാത്ത പഴയ പ്രവീണല്ല, പുതിയ പ്രവീണ. കൊണ്ടുപാടി ഇതിന്റെ കുറിപ്പുകൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തരട്ടെ. ഞാൻ വെച്ചായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ആ റൂമിൽ കയറി കഥ അടച്ചിട്ട് ഞാൻ വെച്ചായിരുന്നല്ലോ. നിങ്ങളുടെ എല്ലാ ക്ഷീണവും ഞാൻ മാറ്റും. വേറെ വേറെ ടൂണിൽ വായിക്കണോ? ഫാൻ ക്ഷീണം മാറ്റുന്ന ഒരു സംഭവമാണ്. കൂടാതെ അത് പല മീനിങ് വരും. നിങ്ങളുടെ എല്ലാ ക്ഷീണവും ഞാൻ മാറ്റും. AC ഡിപ്പെൻസ്. AC ആവാം. AC ചിലപ്പം ഒരു ക്ഷീണം മാറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ AC അവള് കഴിഞ്ഞ വട്ടം വെച്ചത് കൊണ്ട് ഈ വട്ടം വെക്കാൻ സാധ്യതയില്ല. എല്ലാ ക്ഷീണവും ഞാൻ മാറ്റും. കട്ടിൽ ഉറക്കം നന്നായിട്ടാലേ നമ്മളെ നല്ലോണം ആവത്തോളൂ. സോ ഇനി ബെഡിനടിയിൽ ഫിലിപ്സിന്റെ നല്ല അടിപൊളി ഒരു ഹെഡ്ഫോൺ ആണ്. എനിക്ക് ഹെഡ്ഫോൺ ഇല്ല കേട്ടോ. നോക്കടാ, അവൻ ചൂലെടുത്തടാ. ഞാൻ വിചാരിച്ചു നീ തലാണിയൊക്കെ എടുത്ത് മാറ്റും, ആ കംഫർട്ട് ഒക്കെ എടുത്ത് മാറ്റും. അത് നിനക്ക് അറിയാറില്ല ട്രോളിൽ ആരെയാ? അല്ല, നമ്മളിതുവരെ അതിലൊന്നും വെച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും വെക്കല്ലേ? ഞാൻ വെക്കാൻ വേണ്ടി ഓർത്തിരിക്കുവാ. പിന്നെ ആ തുടക്കം ഇതായിക്കോട്ടെന്ന് വെച്ച് ഗിഫ്റ്റ് കാണിര്. ഫിലിപ്സിന്റെ നല്ല അടിപൊളി ഒരു ഹെഡ്ഫോൺ ആണ്. വയേർഡാന്ന് തോന്നുന്നു. എനിവേ എനിക്ക് ഹെഡ്ഫോൺ ഇല്ലായിരുന്നു, ഹെഡ്സെറ്റ് ഉള്ളായിരുന്നു. സോ ഹെഡ്സെറ്റ് വെച്ചാലേ കേക്കൂല. 100 വട്ടം ഏട്ടാന്ന് വിളിക്കണേ. ഇനി ഇത് വെച്ചാൽ തീർന്നു. ഇതിന് ക്ലൂ ഇല്ലല്ലോ.
ക്ലൂ ഗിഫ്റ്റ് മാത്രം എടുത്താൽ മതിയോ? ക്ലൂ കൂടെ എടുക്കണ്ടേ? നല്ല അടുത്ത ഗിഫ്റ്റ് കിട്ടൂ. അത് ശരിയാണ്. ഇവിടെ ഒരാൾ ചൂലും കൊണ്ട് നടക്കുക. നല്ല ലട നല്ല ലട. ഇതിൽ തന്നെ വെക്കണ്ടേ ഗിഫ്റ്റ്? എനിക്ക് അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഗാഡ്ജറ്റ് ഒന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ എന്റെ ഹെഡ്ഫോൺ കൂടി ഇല്ലായിരുന്നു. വില പറയണോ? വേണ്ടല്ലോ. വില ഇതിനകത്ത് 2000 രൂപയാണ് എഴുതിയിരിക്കുന്നത്. അത്ര ആയി കാണത്തില്ല. 2000 MRP 2000. അപ്പൊ ഇനി അടുത്തത് ആദ്യത്തേക്ക് സിമ്പിൾ ആയി കേട്ടോ. നിങ്ങൾ കുളിക്കുന്നതിന് മുൻപും ശേഷവും എന്റെ അടുത്ത് വരും. നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പും ശേഷവും എന്റെ അടുത്ത് വരും. ഞാൻ കക്കൂസി പോവാറുണ്ട്. അറിയത്തില്ല. മുൻപും പിൻപും. സോ മിറർ. നമ്മള് ജസ്റ്റ് കുളിക്കുന്നതിന് മുമ്പ് മിററിൽ നോക്കിയിട്ടല്ലേ പോവാറ്. മിററാണ് കുളിക്കുന്നതിന് മുൻപും പിൻപും. ടവൽ. രണ്ടെണ്ണം ഉണ്ടോ? പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഞാനേ താണ്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ടവല് തോർത്ത് നോക്കി ഇടുന്ന. അപ്പൊ നമ്മള് കുളിക്കുന്നതിന് മുന്നേ ടവൽ എടുക്കാൻ വരും, കുളിച്ച് കഴിയുമ്പോ ടവല് കൊണ്ടിടാൻ വരും. എടേ പെട്ടെന്ന് കണ്ടുപിടിച്ചേട്ടാ. നിനക്ക് ഇത്ര ബുദ്ധി ഇപ്പൊ വന്ന് മോണേ. ഓ ഞാൻ പറഞ്ഞു ഇത് പുതിയ പഴയ പ്രവീണല്ല, പുതിയ പ്രവീണാണ്. ഗൈസ് ഇന്ത്യൻ ഗാരേജിന്റെയാ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടാ. എനിക്കിങ്ങനെ ഹാഫ് സ്ലീവ് കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഇടുന്ന ഭയങ്കര ഇഷ്ടം. ഇത് മറ്റേ നമ്മള് തണുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ മീൻസ് വയനാട് പാന്റിന്റെ കൂടെ അല്ലെങ്കിൽ ഷോർട്സിന്റെ കൂടെ അടിപൊളി കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ട്. ഇനി അടുത്തത് ഇതാണ്. 2 ടീഷർട്ട് ആണ്. രണ്ടും ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരേ ടൈപ്പ് വരുന്നത്. ഇത് കുറച്ച് സൈസ് കൂടുതലാണെന്ന് അറിയത്തില്ല. പക്ഷെ അത് ഇടുന്നോ ഇനി ഇപ്പൊ? അല്ല പിന്നിടാം. താങ്ക് യു. അങ്ങനെ എന്റെ അടിപൊളി ഗിഫ്റ്റുകളാണ് ഗൈസ് എനിക്ക് 10,000 രൂപയുടെ ഒരു ക്ഷീണം ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നല്ല രസമാട്ടോ ഈ ചലഞ്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എടുത്തായിരുന്നില്ലേ? അടുത്തത് നിക്ക് എന്തുവാ കാണിക്കുന്നേ? പാട്ടാണ്. ഇതാ പറഞ്ഞ അട കുടിച്ചോനാ. എന്താ അങ്ങ് തറ ഇട്ടേരെ, ചതവ ഇട്ടേരെ. നല്ല ചൂലാണ്ട് കുഴപ്പമില്ല. എടുത്തോ അമ്മൂനെടുത്തോ. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്തുകൂടെ? ഇല്ലടാ വിചാരിച്ചേ എനിക്കിതൊക്കെ ഭയങ്കര ടഫാ. നിനക്ക് ഇത്രയും ബുദ്ധി വെച്ചായിരുന്നു അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഒരു കുറിപ്പുണ്ട് എവിടെ വെച്ചെങ്കി ചുമ്മായിരുന്നു. അപ്പൊ ഗൈസ് മൃദുല വിചാരിച്ചില്ല എനിക്ക് ഇത്ര സിമ്പിൾ ആണ്. അയ്യോ ഇത് ഭയങ്കരമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. 3 മൂന്നാമത്തെ ഗിഫ്റ്റ്. ബുദ്ധിയുള്ളവർ മാത്രമേ എന്റെ അടുത്ത് കളിക്കാൻ വരൂ. This moment I am ലുട്ടാപ്പി നടക്കുന്നുണ്ടോ? ലുട്ടാപ്പി. ബുദ്ധിയുള്ളവർ മാത്രമേ എന്റെ അടുത്ത് കളിക്കാൻ വരൂ. ബുദ്ധിയുള്ളവർ മാത്രമേ എന്റെ അടുത്ത്. ചെസ്. എടാ ഇത് ഭയങ്കര ഫോണാ. ഭയങ്കര വെയിറ്റ് അതിന്. ലാപ്ടോപ്പിന്റെ കേസ് ഗൈസ്. ഞാൻ കുറെ നാളായിട്ട് ഞാൻ കാർട്ട് ചെയ്തിട്ടേക്കുന്ന സാധനമാണ്. വാങ്ങി. ബട്ട് സിമ്പിൾ ഡാ. നിനക്ക് ഇത്ര ബുദ്ധിയുള്ളവരും ഞാൻ അറിഞ്ഞോ? നല്ല വെയിറ്റ് ആട്ടോ. അത് ഭയങ്കര വെയിറ്റ്. അത് എടുക്കാൻ പോയപ്പോ എന്റെ കൈ മുറിഞ്ഞു കേട്ടോ. എന്റെ കൈ ഇതെന്ത് ചെയ്താണ്ട് ഇവിടെ ഇങ്ങനെ തൊലി പോയി. ഗൈസ് ഇത് വീഗന്റെ ബ്രാൻഡഡ് സാധനമാണ്. സോ ഇത് ഈ ബ്രാൻഡ് അറിയാവുന്നവർക്ക് അറിയാം. ഇതിന്റെ ആപ്പിൾ കേസ് ഒക്കെ അടിപൊളിയാണ്. ഇത് നമ്പർ 1 കേസ് കമ്പനി ഞാൻ തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. എനിവേ ഇത് ഭയങ്കര പ്രീമിയം ബ്രാൻഡാണ്. സോ മാക്കിന് ആൾറെഡി കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ആവും. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ് ആയിട്ടായിരിക്കും. ഗൈസ് അത് അവന് കളിക്കാൻ കൊടുത്തിട്ട് ഭയങ്കര മൃദുല എന്തോ ഭയങ്കര സംഭവമാക്കി കൊണ്ടുവന്ന കുറിപ്പൊക്കെ ഞാൻ ഇങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങനെ. ഗിഫ്റ്റ് അല്ലേ സംഭവല്ലേ? ഗിഫ്റ്റ് അല്ലടാ നിന്റെ ഒരു ടഫ്. ഞാൻ ഭയങ്കരമായിട്ട് വിചാരിച്ചേ. ശരി ഓക്കെ അടുത്ത നെക്സ്റ്റ്. വീട് നിനക്ക് സിമ്പിൾ പറ്റത്തില്ല, ടഫ് പറ്റുമല്ലേ? ഞാൻ പോയാൽ നിങ്ങളുടെ ഫുൾ പവറും പോകും.
ഇൻവെർട്ടർ. ഞാൻ പോയാൽ നിങ്ങളുടെ ഫുൾ പവറും പോകും. ഇൻവെർട്ടർ നോക്കാം, പക്ഷെ ഇൻവെർട്ടർ പോയാലും പവർ പോകാൻ ചാൻസ് ഇല്ലല്ലോ. ലൈക്ക് ഫീസായിരിക്കും മേ ബി. പുറത്തെ ഫീസായിരിക്കും. അറിയത്തില്ലേ, ഫീസ് ആവാനാണ് സാധ്യത. ഞാൻ അവിടെ എന്നാ അതെ പോയിട്ട് നോക്കിട്ട് വരുമോ? അപ്പൊ അവിടെ ഇല്ല. എന്ന് എനിക്കറിയത്തില്ല. ക്രോക്സ് ഒറിജിനൽ ആണോ? എടാ എന്റെ ക്രോക്സ് ഉണ്ടല്ലോ ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ക്രോക്സ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ക്രോക്സ് വാങ്ങിച്ചതിന് ശേഷം അഡിഡാസിന്റെ ഷൂസ് പോലും ഞാൻ ഇടാറില്ല. ഇതെന്റെ നമ്മള് ഇവിടെ പോയപ്പോ മലേഷ്യ പോയപ്പോ വാങ്ങിച്ച ക്രോക്സ് ആണ്. അതേ എടുത്തോളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കറുപ്പ് വാങ്ങിച്ചു. ഇതിനെ അഴുക്കാക്കല്ലേ. സോ മച്ച് സൂപ്പർ കേട്ടോ. ഇവിടെ മൊത്തം ചെരുപ്പാ, എന്നാലും ചെരുപ്പ് ഷേഡിന് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ക്രോക്സ് ഒന്നും അല്ലല്ലോ. ക്രോക്സ് അല്ല, ക്രോക്സാ. അടിപൊളി കംഫർട്ട് കേട്ടോ. ഇതാ വേണം പിന്നെ താണ്ട നിന്റെ മോനത് കടിച്ച് തിന്നുന്നേട്ടോ. അതങ്ങ് വാങ്ങിച്ചു. ഈ ചലഞ്ച് കൊള്ളാം കേട്ടോ. ഇങ്ങനെ നീ തീർന്നു, ഇനി ഒന്നൂടെ ഉള്ളൂ. ഒക്കെ ഇത് കടിച്ച് ചറങ്ങി. ഇറങ്ങുന്നു. എങ്ങോട്ടെങ്കിലും പോട്ട്. നിനക്ക് ക്രോക്സ് കിട്ടിയല്ലോ, നല്ല തന്ത. ലാസ്റ്റ് തീർന്ന്. ഞാൻ വിചാരിച്ചു നീ ഇഞ്ഞ വരയ്ക്കുന്നു, പക്ഷെ നീ വരച്ചില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും ഫേവറേറ്റ് ഗിഫ്റ്റ് ക്രോക്സ്. ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ എവിടെ പോയാലും ക്രോക്സിൽ ഐഫോൺ പോലെ ആൾക്കാർ ഇത് ഉപയോഗിച്ചു തുടങ്ങിയ പിന്നെ ഇതേ ഉപയോഗിക്കും. ഭയങ്കര രസമാണ്, കംഫർട്ടാണ്. എയർ പാസ് ചെയ്യാനും നമ്മുടെ കാലിന് ഒരു ഇട്ട ഫീല് തോന്നില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും ബ്ലാക്ക് കളർ. ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അല്ലാതെ നോർമൽ കാഷ്വലായിട്ടും പോകും, പിന്നെ മുണ്ടിന്റെ ഉടക്കിയും പോകും. ഇതിന്റെ പ്രൈസ് ഗസ് ചെയ്യുക ഗൈസ്. നിങ്ങൾ പ്രസ് ചെയ്യും. കറക്റ്റ് ഗസ് ചെയ്യുന്ന കമന്റിന് റിപ്ലൈ ആയിരുന്നേ ഈ ക്രോക്സിന്റെ കറക്റ്റ് റേറ്റ്. അതിന് നമുക്ക് തംസപ്പ് അടിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത വേണോ? ഞാൻ നിങ്ങൾക്കൊരു രാജകീയ പ്രൗഢി നൽകും. ഈ വീട്ടിൽ രാജകീയ പ്രൗഢി നൽകുന്നത് എന്റെ ഫോർച്യൂണറാണ്. ഐ തിങ്ക് ഐ എം റൈറ്റ്. എന്റെ അടുത്ത് ചോദിക്കുന്ന ഫോർച്യൂണർ ഇസ് ആൾവേസ് കിങ്. ഫോർച്യൂണർ ആവാനാണ് സാധ്യത. രാജകീയ പ്രൗഢി നൽകും. വേറൊന്നും പ്രൗഢിയുള്ള ഇവിടെ ഒന്നും ഇല്ല. ആകെ മെനയുള്ള എന്റെ ഫോർച്യൂണറേ ഉള്ളൂ. സോ ഫോർച്യൂണർ ആയിരിക്കും. രാജകീയ പ്രൗഢി അതെന്ത് ഫോർമ? നീ എന്റെ ഫേസിൽ നോക്കിട്ട് ഒരു കാര്യമില്ല. നിനക്ക് ഒരു ക്ലൂ ഞാൻ തരാൻ പോകുന്നില്ല. നീ തരത്തില് എനിക്ക് അറിയാം. നീ എന്നെ കൺഫ്യൂസ് ചെയ്യാനേ നോക്കൂ. ഞാൻ ഇത്ര അങ്ങോട്ട് കണ്ടുപിടിച്ച നോക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല, നീ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ വിചാരിച്ചില്ല. വന്ന് കഥ തുറന്നത് ഓടി വന്ന്. നീല കുപ്പി ദോ ഇരിക്കുന്നേ. ഞാൻ ഈ വീട് മൊത്തം തിരക്കി നടക്കാം. ആ കുപ്പി ഇങ്ങോട്ട് എടുക്കണേ. തുറന്നോണ്ട് അതെങ്കിലും ഉപകാരമായി. Oh my god. ഇതിലൊന്നും ഇല്ല ഗൈസ്. ടിക്കകത്ത് നീ എഡിറ്റിൽ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ? ഒരു മിസ്റ്റേക്കും ഇല്ല. അതിനകത്തല്ല. കത്തുന്നില്ലല്ലോ സുകുമാരേട്ടാ. കത്തരുത് നിനക്ക്. അതാ എന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. ടഫ് പെട്ടെന്ന് കണ്ടുപിടിക്കും, സിമ്പിള് ഭയങ്കര പാടായിട്ടുണ്ട്. ഇറങ്ങുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇനി കയറ്റി പിന്നെ ഒരു മണിക്കൂറത്തേക്ക് നീ ഇതാ കുപ്പിങ്ങ എടുത്തോ. ഇത് വെള്ളം ഉണ്ടോ ചെറുക്കാ? ചെരുപ്പൂര് കേറ്റിക്കോ ഇപ്പൊ കീറാൻ തുടങ്ങും. ഞാനേ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന സമയത്ത് അങ്ങ് തിങ്കിങ് ആട്ടോ. ഭയങ്കര തിങ്കിങ്ങാ. അവിടെ ക്രോക്സ് ഇട്ടുകൊണ്ട് കിടപ്പുണ്ട്. അതൊരു കത്തൊന്നുമില്ല കേട്ടോ. രാജകീയ പദവി നൽകുന്ന എന്തുവാടാ ഇവിടെ ഉള്ള രാജകീയ പൗതി. പക്ഷെ പ്രൗഢി നീ എഴുതിയിരുന്ന മിസ്റ്റേക്ക് ഉണ്ടോ കാണിച്ച് ഞാൻ നിങ്ങൾക്കൊരു രാജകീയ പ്രൗഢി നൽകും. ഇതാടായത്, നീ ആടായത്. എനിക്ക് ഇതായിരുന്നു വേണ്ടത്. ഇപ്പൊ എനിക്ക് കിട്ടിയത്. എല്ലാം ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ടഫ് എല്ലാം നീ പെട്ടെന്ന് കണ്ടുപിടിച്ചേ.
ഇത് സിമ്പിൾ, സോ സിമ്പിൾ. ഇനി ഇതിൽ കൂടുതൽ ക്ലൂ ഞാൻ തരത്തില്ല. രാജകീയ പ്രൗഢി ഗമ കാണിക്കാനുള്ള ഒരു സംഭവം, ഒരു ലക്ഷറി സാധനം. അങ്ങനത്തെ ലക്ഷറി സാധനം എന്തോ ഉള്ളത് ഒരു പ്രൗഢി കാണിക്കാൻ പറ്റി? അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഐ ഡോണ്ട് നോ ഗൈസ്. ഒന്നും ഞാൻ ചെന്ന് കബോർഡിൽ നോക്കുന്നു. ഐ ആം ക്വിറ്റ്. ക്വിറ്റോ? നോ നോ നോ, യു ഹാവ് ടു ഫൈൻഡ്. എന്നാ നീ കണ്ടുപിടിക്കേ. ഗൈസ് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. അയ്യടാ, ഇതുവരെയായിട്ടും കണ്ടുപിടിക്കുന്നില്ല. ഒരു ക്ലൂ കിട്ടുന്നില്ല. നീ ഒന്നും, എനിക്ക് തല ബ്ലാങ്ക് ആയി. ശൂന്യം. എടാ രാജകീയ പ്രൗഢി. അതെപ്പോഴായിരിക്കും ഒരു രാജാവിന് അവന്റെ പ്രൗഢി കിട്ടുന്നത്? എപ്പോഴാ പറ. പ്ലേ ബട്ടൺ ആണോ? എല്ലാ രാജാക്കന്മാർക്കും പ്ലേ ബട്ടൺ ഉണ്ടല്ലോ. ഞാൻ കേട്ടല്ലോ. നീ പറ, ഒരു രാജാവ് എപ്പോഴാണ് ആ ഒരു പ്രൗഢി കിട്ടുന്നത്? പ്രജകളുള്ളപ്പോൾ. വേറെ? ചെങ്കോലും കിരീടവും. വേറെ? അത് മാത്രം ഉണ്ടായിട്ട് രാജാവത്തില്ല. രാജാവിന് മെയിൻ ആയിട്ട് ഒരു കാര്യം വേണം. തല തൊപ്പി വെക്കാൻ തല വേണം. രാജാവിന് മെയിൻ ആയിട്ട് ആദ്യം ബുദ്ധി വേണം. അത് വിട്, അത് നിനക്കില്ല. ഒരു മെയിൻ ആയിട്ട് ഒരു കാര്യം വേണം രാജാവിന്. അതില്ലെങ്കിൽ അത് രാജാവാവത്തില്ല. അതിനു വേണ്ടി കുറെ പേര് അടി കൂടും, തന്ത്രങ്ങൾ പ്രയോഗിക്കും. രാജ്യത്തിന് വേണ്ടി. രാജ്യം ഉണ്ടെങ്കിൽ രാജാവാകും. അതിനുവേണ്ടി സിംഹാസനം. പറ, സിംഹാസനം. അതെന്തൊരു ക്ലൂ? നല്ല ക്ലൂ അത്. ഓ, ഇതാണ് രാജകീയ. അത് ഇരിക്കുമ്പോ ഒരു സിംഹാസനത്തിൽ ആ പ്രൗഢിയിൽ എനിക്ക് വിക്സ് വേണ്ട കേട്ടോ. വിക്സ്. ഓ, രാജകീയ പ്രൗഢിയിൽ എനിക്ക് വിക്സ് വന്നേക്കുന്നത്. അതേ ഉള്ളോ? നോക്കിയോ? എടാ പൊട്ട രാജാവേ, ഇത് തുറക്ക്. മണ്ടേ. ബാക്കി കണ്ടു. ബാക്കി കൂടെ പോത്തോളൂ, ഫ്രണ്ടിൽ കൂടെ പോത്തില്ലേ? ഇത് മൂക്കൊലിപ്പിന്. അതെ, പനി വരുമ്പോ ഈ ചെറുകൻ ടവലിനും അതിനും ഇതിനും എല്ലാത്തിനും തെപ്പും. പനി മാറാൻ വേണ്ടി ഫേസ് ടിഷ്യൂ, മൂക്ക് തുടയ്ക്കാൻ. അതെ, ബാക്കി എല്ലാ ഗിഫ്റ്റും എനിക്ക് അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. സോ ഇത് നല്ല ഗിഫ്റ്റ് ആണ്. സിറ്റുവേഷൻ അനുസരിച്ചായിരുന്നു ഇതായിരുന്നു വേണ്ടത്. പക്ഷെ രാജകീയം അത് പിടി, ഞാൻ കാണിച്ചു തരാം. ഓ, ഇതാണോ രാജകീയം ഉദ്ദേശിച്ചത് താങ്കൾ? പ്രൗഢി. നല്ല ക്ലൂ അല്ലായിരുന്നു ഗൈസ്. എനിക്ക് പെട്ടെന്ന് കത്തിയില്ല കേട്ടോ, അങ്ങോട്ട് വന്നതേ ഇല്ല. സോ ഇതായിരുന്നു ഗിഫ്റ്റ്. കഴിഞ്ഞു. അപ്പൊ ഗൈസ് എല്ലാം സക്സസ്ഫുള്ളി ഞാൻ 5 എണ്ണത്തിൽ 4 എണ്ണവും ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനൊന്നുമില്ല, ഗിഫ്റ്റ് വാങ്ങിച്ചാൽ അത് വാങ്ങിച്ചത് തന്നെ. സോ ഇനി അടുത്ത ഞാനാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. മൃദുല കണ്ടുപിടിക്കണം. അപ്പം സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അടുത്ത ടേൺ. കുറേ ടൈം എടുത്ത് സാധനം വെക്കാൻ. ടഫായിരിക്കുമല്ലേ? അത് നീ ഓരോ ലൊട്ട വായിക്കുമ്പോഴും നൊട്ട വായിക്കുമ്പോഴും ഞെട്ടിപ്പോകും. എന്നെ ഞെട്ടിക്കാനുള്ള പരിപാടിയാണോ? യെസ്, ഫസ്റ്റ്. ഞാനിവിടെ ഉപയോഗശൂന്യമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് 12 മാസമായി. ഇപ്പൊ 1 വർഷത്തിന് മുൻപ് വാങ്ങിച്ച സാധനം ഉപയോഗശൂന്യമായിട്ട് കറക്റ്റ് 12 മാസം ആയിരിക്കണം. അതൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റത്തില്ല. കറക്റ്റ് 12 മാസം ആയിരിക്കണം. നീ എന്തിനാ വെച്ചിരിക്കുന്നത് നിനക്കറിയോ? ടഫ് കുടേ. അപ്പം ഇതിന് പോയിന്റ് ഉണ്ട്, കാരണം എനിക്ക് 4 പോയിന്റ് ഉണ്ട്. ഓക്കെ, പോയിന്റ് ഉണ്ടെന്ന് അറിയുമ്പോ എനിക്ക് കുറച്ച് സ്പിരിറ്റ് കൂടാനാണോ? ടൈം ഉണ്ട്, 2 മിനിറ്റ് ആണ് നമ്മുടെ ടൈം. ഉപയോഗശൂന്യമായിട്ട് 12 മാസം നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനം. ഈ വീട്ടില് ടഫ് എടുത്ത് അയ്യോ, എനിക്ക് തല ചുറ്റുന്നു. കറക്റ്റ് 12 മാസം ആയിരിക്കണം. ഇവിടെ നിന്ന് അനങ്ങാത്ത അയാൾ ഇവിടെ നില ഉറച്ചൊക്കെ നിൽക്കുവാണല്ലേ. ഞാൻ ചിന്തിക്കട്ടെ ആദ്യം. ഓക്കെ ഗൈസ്, ഞാനേ ഇതിങ്ങനെ നീട്ടി ഒരുപാട് സമയം പോകും. ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ വരാൻ കേട്ടോ. ഇവള് ഇങ്ങനെ അമ്പൂട്ടന്റെ ഉപയോഗിക്കാറില്ല. അതല്ല, ഇതൊക്കെ ആയിരുന്നേ ഓക്കെ, കാരണം ഇതൊന്നും ഉപയോഗിക്കത്ത് പോകുന്നില്ല.
ഇല്ല. തോൽവി സമ്മതിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഷെൽഫ് തുറന്ന കിടക്കുന്നതിനകത്ത് കിട്ടി വെച്ചോ. ഉണ്ണാൽ മുടിയാത് തമ്പി, ഉണ്ണാൽ മുടിയാത് തമ്പി. എന്തോ ഉണ്ണാൽ മുടിഞ്ചത് തമ്പി. ഗൈസ് ഞാൻ ഇതിനകത്താണ് ഇത് കംപ്ലൈന്റ് ആയിട്ട് കറക്റ്റ് കൊള്ളായിരുന്നു. ആ ലോട്ട് എഴുതിയത് കൊള്ളായിരുന്നു. ഓക്കെ, അത് നമുക്ക് ഗിഫ്റ്റ് ഉണ്ടോ നോക്കാം. ഫസ്റ്റ് ഗിഫ്റ്റ് കിളിക്കുന്നുണ്ടല്ലോ. യുവർ ഫേവറേറ്റ് ജ്വല്ലറി ഐറ്റംസ്. എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരേ ഇത് കമ്മല് മാത്രല്ല, ഇതിന്റെ കൂടെ മറ്റേ ഇതും കൂടെ ഉണ്ട്. കുറച്ച് ട്രഡീഷണൽ ആയിട്ട് ഇനി ഷൂട്ടിന് സാരി ഒക്കെ കൊടുക്കുമ്പോ ഞാൻ ഇതിടും കേട്ടോ. അതും ഗോൾഡും അല്ല, നല്ലൊരു ഞാൻ എന്തോ ഇതിന് പറയേണ്ടത് എനിക്ക് അറിയത്തില്ല, പക്ഷെ കൊള്ളാം. ഗോൾഡ് കളർ അല്ല, ഒരു വൈറ്റ് കളറാ. ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചതാ കേട്ടോ. അത് ഇതും കൂടെ ഉണ്ടോ? അത് കറക്റ്റ് എപ്പോഴും നോർമൽ സ്റ്റഡ് അല്ലേ ഇത്, മറ്റേ സാരിയുടെ കൂടെ സെറ്റ് ആയിരിക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ഒരു പോയിന്റ് മൃദുല നേടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു കേട്ടോ, ഞാൻ സുല്ലടിക്കാന്ന് പറഞ്ഞു വന്ന് ചുമ്മാ ഒന്ന് എത്തി നോക്കിയതാ. ഓക്കെ, അപ്പൊ അടുത്തത് എങ്ങും കിട്ടാനില്ല എന്നെ ഹൈ ഡിമാൻഡ്. എങ്ങും കിട്ടാനില്ല ചുരുപ്പ് പോയി കാണും. PS5 ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഈ ഇടയ്ക്ക് മാളിൽ പോയപ്പം പറയുന്ന കേട്ട് തല്ലേ എങ്ങും കിട്ടാനില്ല ഹൈ ഡിമാൻഡ്. ഒന്ന് PS5 ആണ്, കാരണം ഈ മാളിൽ പോയപ്പോഴും ഈ ഇടയ്ക്ക് പറയുന്ന കേട്ട് PS5 എങ്ങും കിട്ടാനില്ലാന്ന്. അല്ല ഇനി എന്തോ കിട്ടാനില്ലാത്ത. ഇത് നീ കണ്ടുപിടിക്കത്തില്ലടി, ഇത് നീ കണ്ടുപിടിക്കത്തില്ലടി. ആണോ? ഉറപ്പാണോ? ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. ഒരു ക്ലൂവും കിട്ടുന്നില്ല, ഒരു ക്ലൂവും കിട്ടുന്നില്ല, ഒരു ക്ലൂവും കിട്ടുന്നില്ല. നിനക്ക് വല്ല ക്ലൂ കിട്ടുന്നുണ്ടോ? ഹൈ ഡിമാൻഡ് കിട്ടാനേ ഇല്ല ഈ സാധനം. അല്ല, ഞാൻ അതിന് കിട്ടാനില്ല. അത് പലതും ഞാൻ അഭിശോക്തിയൊക്കെ പറയും, അത് പാടില്ല. ഞാൻ ക്ലൂ എല്ലാം കറക്റ്റ് ഡയറക്റ്റ്. പക്ഷെ അതിനകത്ത് ഒരു സാധനം കറക്റ്റ് ആണല്ലോ, ഹൈ ഡിമാൻഡ്. ചിലപ്പോ അഭിശോക്തിയൊക്കെ പറയും. ഫോർച്യൂണർ അങ്ങോട്ട് പോ, നാളെ വേണമെങ്കിൽ നാളെ എടുത്തോണ്ട് വരാം. ഇഷ്ടം പോലുണ്ട് കിട്ടാനില്ലാത്ത സാധനം. ഡൈസൺ ഒക്കെ ഹൈ ഡിമാൻഡ് ആണോ? സോ അത്ര ഡിമാൻഡ് ഒന്നുമല്ല, അതൊക്കെ പോയ എപ്പം വേണമെങ്കിലും കിട്ടാവുന്ന സാധനങ്ങൾ. അയ്യടാ, ഞാനാണ് ഹൈ ഡിമാൻഡ്, എന്നെ തപ്പു. അതാ ഞാൻ ആലോചിച്ചേട്ടോ, ഞാൻ അതൊന്ന് ചിന്തിച്ചായിരുന്നു. തപ്പോട് തപ്പു ഗൈസ്, തപ്പോട് തപ്പു. സമയം ഒരുപാടായി. ഞാൻ നിനക്ക് ടൈം തന്നായിരുന്നല്ലോ. തോക്ക് മനസ്സ് പറയണില്ലല്ലേ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ. അല്ല, ഒരു സമയം കഴിഞ്ഞാൽ വെറുതെ തോറ്റു കൊടുക്കരുത്. ഞാൻ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ വിട്ടുതരാം. ഒന്ന് ചിന്തിക്കട്ടെ. ചിന്തിച്ചോ? നീയും ചിന്തിച്ചോ? മോണ്ട വലിച്ചെറിയിച്ചേക്ക് നോക്കിയിട്ട് ടൈം പോന്നറേ. ഗ്യാസ് ടൈം പോന്നറേ. അമ്പൂട്ട ഒരു ഗ്യാസ് വിട്ടപ്പോഴെനിക്ക് ഗ്യാസിന്റെ ടൈം പോന്നടേ, ടൈം പോന്നടേ, ടൈം ഇരുട്ടി കേട്ടോ, ഇരുട്ടി കേട്ടോ. ഗ്യാസ് വിട്ടത് ഹൈ ഡിമാൻഡ് ആണേ. ഫ്ലിപ്കാർട്ടിൽ എന്തോ നോക്കാം. ഇപ്പൊ ഇറക്കിയ കൊതുക പൊന്നുമ്പ ഈ ചെറുക്കെ ഒറ്റക്കാരനെ കണ്ടുപിടിച്ചത്. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ. അല്ല, ഞാൻ പെട്രോള് ചിന്തിച്ചപ്പോ പിന്നെ കിട്ടാനില്ലാത്തത് ഗ്യാസ് അല്ലേ? ശരിയാ, നമുക്കും കിട്ടാനില്ലാത്തതല്ലേ. അമ്മ ഒന്ന് പൊട്ടിച്ചോട്ടാ. എന്റെ ക്ലൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു മൃദുലയുടെ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുമ്പോ ഒരു സങ്കടമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. തുറന്നു കാണിക്കും. അടുത്ത ക്രിസ്മസിന് ഇട്ടാ കേട്ടോ, ഇനി വരുന്ന ക്രിസ്മസിന്. അതല്ല ഇപ്പൊ ട്രെൻഡ്. എനിക്ക് നീ കോട്ട് സെറ്റ് ഒന്നും വാങ്ങിച്ചില്ലേ? കെട്ടുന്ന ടൈപ്പ് സെറ്റ് അല്ലേ? അടിപൊളി കേട്ടോ. പാന്റും ഉണ്ട്. പാന്റ് ഇപ്പോഴത്തെ മോഡലാണ് ഇങ്ങനത്തെ. ഇതിന്റെ കൂടെ മറ്റേ നമ്മളെ സിൽവർ ടൈപ്പ് ചെരുപ്പൊക്കെ ഇടുമ്പോ നല്ല ലുക്ക്. വെള്ള ഉണ്ടല്ലോ എനിക്ക്. വെള്ള ഇത് കിട്ടിയിടോ. സെറ്റ്.
പൊളി പൊളി 2 ഗിഫ്റ്റും പൊളി ഇഷ്ടപ്പെട്ട് കിട്ടി എനിക്ക്. ഞാൻ ഷോപ്പ് ചെയ്തതിൽ പോലും ഇത്രയും നല്ലതില്ലായിരുന്നു തോന്നുന്നു. ഓക്കെ ഗൈസ്, അടുത്തത് അമ്പുവിന് ഫുഡ് കഴിപ്പിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. യെസ്, അമ്പുവിന് ഫുഡ് ഇത് ഒരിടയ്ക്ക് ഞാൻ തന്ന ഒരു ഇതുപോലെ ഒന്നീ കാർട്ടൂൺ അല്ലെങ്കിൽ TV. ഇത് ഞാൻ 101% ഞാൻ പറയുന്നു, ഇവളിത് കണ്ടുപിടിക്കില്ല. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവള് 1 മാസം. അവന് ഫുഡ് കൊടുക്കുന്ന ഞാനാ. അമ്പുവിന് ഫുഡ് കഴിപ്പിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. കാക്ക പൂച്ച. പൂച്ചയുടെ കഴുത്ത് കെട്ടിയത് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ്. പോയി എടുക്ക്. പറഞ്ഞാൽ അതൊന്നും കണ്ടിട്ടല്ല ഫുഡ് കഴിക്കുന്നേ. കാർട്ടൂൺ. നിങ്ങൾക്ക് ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഐഡിയ വരുന്നുണ്ടോ എന്ന്. നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഇത് അറിയാലോ. അമ്പുവിനെ ഫുഡ് കഴിപ്പിക്കാൻ ഞാൻ ചെയ്യും. എടാ, ഇനി അടുത്ത ക്ലൂ കൊടുക്കരുത് നീ, കേട്ടല്ലോ കുണ്ടാമണ്ടി. അമ്പു പറഞ്ഞേ. അമ്പു, ഞാൻ അമ്പൂട്ടിനെ സ്നേഹത്തോടെ വിളിക്കുന്ന കേട്ടോ കുണ്ടാമണ്ടിന്ന്. പറ അമ്പു, ഫുഡ് കഴിപ്പിക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്ത്. ഇങ്ങനെ കളിക്കുന്നു. ഫുഡ് കഴിക്കാൻ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നേ? അമ്മയല്ലേ ഫുഡ് തരുന്നേ. തോറ്റക്ക് തോറ്റില്ല. അതെന്താ? ടഫ് ആണേലും ഞാൻ കണ്ടുപിടിക്കും. നീ പറഞ്ഞില്ലേ ഞാൻ കണ്ടുപിടിച്ച മാസമാണ്. നീ മാസമാണ്. ഒരു ടൈം വെക്കും കേട്ടോ. എത്രയായാലും കുറെ ടൈം. പിന്നെ ടാബിലൊന്നുമില്ല. ഇത് പൊട്ട ക്ലൂ ആണെങ്കിൽ നിന്നെ ഞാൻ ഇടിക്കും കേട്ടോ. ഓക്കെ, അപ്പം പറയാം. ഇല്ല പറയാന്ന് ഞാൻ നോക്കട്ടെ. ഇപ്പൊ അവള് കുറെ നേരമായി ഗൈസ് നോക്കുന്നു. തോറ്റു തരാൻ മനസ്സില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തപ്പുകയാണ് മുക്കും മൂലയും. ശരി, ഞാൻ തോറ്റ്. നീ പറ. വാ, എന്റെ കൂടെ വാ. ഇടിക്കും ഞാൻ. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ അതിരുത്തി. അവൻ കഴിക്കുന്നോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞോ? അമ്പു എന്ന് പറഞ്ഞ എന്തിനാ? അമ്പുവിനെ ഫുഡ് കഴിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണിത്. ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ. അതെങ്ങനെ? അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവൻ കഴിക്കുന്നോ ഇല്ലയോന്നല്ല, അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ ആദ്യത്തെ പോയിന്റ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, ഇത് ഞാൻ ഗസ് ചെയ്യാൻ ഞാൻ എടുക്കാം. ഇത് ഗസ് ചെയ്യാൻ എന്താണെന്നറിയോ? ഇത് വാങ്ങിയിട്ട് ഒരു ദിവസം പോലും ഞാൻ അവനെ ഇതിരുത്തി ഫുഡ് കൊടുപ്പിച്ചിട്ടില്ല. പക്ഷെ അവനെ ഫുഡ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ഇത്. അത് അവൻ ചെയ്യുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹെൽപ്പ് ചെയ്യാറില്ലല്ലോ അത്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. കൊള്ളാം. എന്റെ മൈൻഡ് ഇങ്ങോട്ട് പോയതേ ഇല്ല. ഓക്കെ, അത് ഞാൻ അകത്ത് വെച്ചേട്ടോ. അതാ വീർത്തിരിക്കുന്നത്. ഷർട്ട് രണ്ടെണ്ണോ? അടുത്ത ക്ലൂ എടുത്തില്ല അതിന്ന്. തുറന്നു വെച്ചില്ലേ ഇത്? അത് ഞാൻ പറഞ്ഞില്ലേ നീ ഇത് കണ്ടുപിടിക്കത്തില്ല മൃദുലേന്ന്. കൊള്ളാത്. ടഫായിരുന്നു. ഞാൻ ഫുൾ ടഫായിരുന്നു. നീ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് സമയം എടുത്തു. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് വെച്ചത്. ഇത് ഞാനും കുറച്ച് ഈ ഷർട്ട്സ് ഇതിനകത്ത് ഇത് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടി ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്കും ഈ കളറൊക്കെ. ഫുൾ കൈ ഇങ്ങനെ ഷേപ്പായിട്ടുള്ള ടീഷർട്ടാ. ഒരേ കളർ രണ്ടും. പോയിന്റ് പോയതിലും വിഷമില്ല. ഇത് കിട്ടിയല്ല. അപ്പൊ അടുത്തത് കൈ തന്നെ ഉണ്ട്. അപ്പൊ എന്റെ 4 പോയിന്റ് ഉള്ളല്ലേ. ഇനി ഒരെണ്ണം കൂടി തോപ്പിച്ചാൽ ഞാൻ ജയിക്കും ഗൈസ് ഈ ചലഞ്ചില്. നിങ്ങൾ എന്നെ ഉടനെ വിൽക്കും. കുറെ സാധനങ്ങളുണ്ട്. എല്ലായിടത്തും പോയി നോക്കണം. ഏട്ടന്റെ ടയർ വിൽക്കും. ആദ്യം നോക്കാം. അമ്പൂരെ നീ എടുക്കൂ. 2, 3, 4. ഞാനും കൂടി ഒന്ന് വന്നോട്ടെ മാം. ഞാൻ ഈ സാധനങ്ങൾ കളിക്കുന്നോണ്ട് ഞാൻ കാണുന്നില്ലേ. ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു. എനിക്ക് കോൾ അടിച്ചത് എനിക്കാണല്ലോ. ഗായ്സ് ഞാൻ അന്ന് ബാഗ് വാങ്ങിയപ്പോ എല്ലാരും പറഞ്ഞത് കൊള്ളില്ലാന്ന്. ഒന്നാമത് നീല കളർ വേറെ കിട്ടാനില്ല. ഇത് പൊളി സാധനം. ഇതല്ലേ ഇപ്പൊ കൊറേ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ട്രെൻഡ്. എല്ലാരും ഇതിന്റെ ഏതോ ഒരു ഭയങ്കര ബ്രാൻഡഡ് ടൈപ്പ് ഉണ്ട്. ഇതും ബ്രാൻഡഡ് ആണ്. ലൂയിസ് വിറ്റന്റെ. പക്ഷെ ഇത് ലാവിയ എന്ന് പറയുന്ന ബ്രാൻഡാ. ഇതേ ഇതിൽ എന്റെ നിൽക്കുന്ന 2 ബാഗ് ഇച്ചിരി വലുതായിരുന്നു. ഇത് കറക്റ്റ് സൈസ് തന്നെ. എന്റെ എല്ലാം കൊള്ളുകയും ചെയ്യും.
സൈസും കറക്റ്റ്. നൈസ് അല്ലേ? ബാഗ് ഞാൻ ഭയങ്കര ടഫായിട്ടാണ് വിചാരിച്ചത്, പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ ആദ്യം പറഞ്ഞ ഓപ്ഷനെ എനിക്കറിയാലോ വിൽക്കേണ്ട എന്തൊക്കെയാ അത്. അപ്പൊ ആദ്യം ടയർ ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ലാസ്റ്റ് ഐറ്റം കൈ, ഫൈനൽ ഐറ്റം. ഫൈനൽ ആയില്ലേ? തീർന്നു. ഓക്കെ, ഞാൻ കരുത്തൻ D4D ഫോർച്യൂണർ ഡ്രൈവ് 4x4 ആണോ ഉദ്ദേശിക്കുന്നത്? ഫോർച്യൂണറിന്റെ ഞാൻ പറയുന്നില്ല, നോക്ക്. കരുത്തൻ D4D. വണ്ടി ചുറ്റും ഇൻസ്പെക്ഷൻ നടത്തുക. നീ എന്താണ് ഈ D4D എന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് പറഞ്ഞാ പറഞ്ഞതാ, പിന്നെ എന്തോ ചലഞ്ച് അല്ല, ക്ലൂ വാക്കുകൾ തരാതെ. D4Dയുടെ ഫുൾ ഫോം കുഞ്ഞ് അമ്പുവേ. D4D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ടൊയോട്ടയുടെ എഞ്ചിനാണ് D4D എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കറിയാവോ? പഠിക്കണം. ഇപ്പൊ ഇറങ്ങി പോയാലേ പൂഴ്ത്തി കിടക്കുമല്ലേ പെയിൻ, അതിൽ ജീപ്പ് കള. അതേപോലെ എന്റെ തലയിൽ ഒരു പേരില്ല, പക്ഷെ അത്യാവശ്യമായിരുന്നു. അമ്പൂട്ടനൊക്കെയാണ് ജീപ്പ്. ഇതല്ലേ പുതിയ, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ടൈപ്പ് പല്ല് വരുന്നത്. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ ചേട്ടാ. ഹാപ്പി ഗൈസ്, എങ്ങനെയുണ്ട് എന്റെ ഗിഫ്റ്റ് ഒക്കെ? ലാസ്റ്റ് ഗിഫ്റ്റ് നിനക്ക് ബാഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ? ബാഗ് ഇഷ്ടപ്പെട്ട്, ഡ്രസ് ഇഷ്ടപ്പെട്ട്, കുട്ടി ഗിഫ്റ്റ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആട്ടോ. പക്ഷെ ഇതും ഏറ്റവും ലാസ്റ്റ് ഞാൻ തന്നത് കുട്ടിയല്ലേ, ഞാനും താഴോട്ട് കുട്ടി തന്നു പകർത്തിന് പോരും. പക്ഷെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ സിമ്പിൾ ആയി പോയോ? ഗൈസ് കറക്റ്റ് അല്ലേ കണ്ടുപിടിച്ചത്? കറക്റ്റ് ടൈം എടുത്ത് ഞാൻ. പക്ഷെ അവളേല് 4 സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. ലാസ്റ്റിലത്തെ 1 ടഫ് ആയി പോയത്. പക്ഷെ ഇതൊക്കെ എനിക്ക് ടഫായിരുന്നു. സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. തേർഡ് ബാക്കിയുള്ള അത്യാവശ്യം കണ്ടുപിടിച്ചില്ല. എങ്ങനെയുണ്ടായിരുന്നു ഈ ചലഞ്ച്? നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ട് ഇത് കളിക്കാനായിട്ട്. ഒരു ഗെയിമിൽ തന്നെ രണ്ടുപേർക്കും ഗിഫ്റ്റ്. നിങ്ങൾ സിബ്ലിങ്സിനും വൈഫായിട്ടൊക്കെ കളിച്ചു നോക്കും, നല്ല രസമാണ്. ഗിഫ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു വൈബാ അല്ലെ? അമ്പുക്കുട്ടി എന്റെ ചെരുപ്പ് അപ്പൊ മാത്രമുള്ള നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അമ്പുക്കുട്ടിയും ഓടി വാ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിനോടൊപ്പം റെഡി കാണുന്നവരെ ആദ്യമായിട്ടാ ഇങ്ങനെ മുട്ടി.